ഇവയെല്ലാം PTT മൈക്ക് എന്നറിയപ്പെടുന്നു. PTT എന്ന് വെച്ചാൽ പ്രസ് ടു ടോക്ക്. അതിൻ്റെ കൂടെ ഒരു മൈക്കും ഉണ്ടാവും. ഇതെല്ലാം കൊമേഴ്ഷ്യൽ റേഡിയോയിൽ ഉപയോഗിക്കുന്ന PTT മൈക്കുകളാണ്. ഇവയുടെ അറ്റത്ത് ഇതുപോലെയുള്ള മൾട്ടിപർപ്പസ് പിന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നായിരിക്കും. ഇതിൻ്റെ കേബിൾ എല്ലാം ഷീൽഡഡ് കേബിളായിരിക്കും. അതുകൊണ്ട് തന്നെ RF ഫീഡ്ബാക്ക്, റേഡിയോ ഇൻ്റർഫറൻസ് മുതലായവ ഉണ്ടാവുകയില്ല. RF പിക്കപ്പ് ഒഴിവാക്കുവാൻ ഷീൽഡഡ് കേബിൾ ഉള്ള വയറാണ് ഉപയോഗിക്കേണ്ടത്. മൈക്രോ ബിറ്റക്സിൽ മറ്റും ഉപയോഗിക്കാൻ പറ്റിയ പിന്നുള്ള ഒരു കൊമേഴ്ഷ്യൽ മൈക്കിനെ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. എന്നാൽ എപ്പോഴും ഇത്തരം മൈക്കുകൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു PTT മൈക്ക് ഹോം ബ്രൂ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഹോം ബ്രൂ റേഡിയോകളായ മൈക്രോ ബിറ്റക്സ്, VQRP മുതലായവയിൽ ഉപയോഗിക്കുന്ന PTT മൈക്ക ആണിത്. ബാഫങ് എന്നൊരു ചൈനീസ് കമ്പനിയുടെ മൈക്കാണിത്. PTTയും മൈക്കും നല്ലോണം വർക്ക് ചെയ്യും. ഇതിനുപയോഗിക്കുന്ന കേബിൾ ഷീൽഡഡ് കേബിൾ അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈ പവർ ഉപയോഗിക്കുമ്പോൾ റേഡിയോ ഇൻ്റർഫറൻസ് ഉണ്ടാവും. അതുപോലെ RF ഫീഡ്ബാക്കും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങേ തലക്കിലുള്ളവർക്ക് ഓഡിയോയുടെ കൂടെ ഒരു വിസിലിംഗ് സൗണ്ട് കൂടി അനുഭവപ്പെടും. അത് ഒഴിവാക്കുവാനായി ഇത്തരം ബാഫങ് മൈക്കിൻ്റെ ഈ കേബിൾ മാറ്റി ഷീൽഡ് വയർ ഉപയോഗിക്കാവുന്നതാണ്. ഷീൽഡ് വയർ ഉള്ളിൽ 2 വയറും ഒരു ഷീൽഡും ആണ് ഉണ്ടാവുക. ഒരു 2 കോർ ഷീൽഡ് വയർ ആണിത്. ഷീൽഡഡ് ഭാഗം നെഗറ്റീവായും ബ്ലാക്ക് വയർ PTTയിലേക്കും റെഡ് വയർ മൈക്കിലേക്കും കൊടുക്കാം. ഒരു PTT മൈക്ക് എങ്ങനെ ഹോം ബ്രൂ ചെയ്തെടുക്കാം എന്ന് നോക്കാം. PTT മൈക്ക് ഹോം ബ്രൂ ചെയ്യാൻ പാകത്തിനുള്ള ബോക്സുകളാണിവ. വടകര ഹാം ഫെസ്റ്റിന് VU3 STQ സരിൻ വാങ്ങിച്ചു തന്ന ബോക്സാണിത്. ഈ ബോക്സിനുള്ളിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പാകത്തിന് ഒരു ഹോൾ ഇടുക. ഇത്തരം കണ്ടൻസർ മൈക്കുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടൻസർ മൈക്കിൻ്റെ അതേ പാകത്തിൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് മൈക്ക് ഇവിടെ ഇറക്കി വയ്ക്കുക. ഇത്തരം സ്വിച്ചുകൾ ഒരു സ്പ്രിംഗ് ലോഡഡ് സ്വിച്ചാണ്. ഇതിൽ ഏത് തരം സ്വിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഇത്തരം ബട്ടൺ ടൈപ്പ് സ്വിച്ചും ഉപയോഗിക്കാം. പുഷ് സ്വിച്ചിനുള്ളിൽ ഇതുപോലെ ഒരു സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസമാണ് വരുന്നത്. പ്രസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് വന്ന് ഇതിൽ വെച്ചിരിക്കുന്ന ഈ 2 കണക്ഷനുമായിട്ട് മുട്ടുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ഷീൽഡ് വയർ ആണിത്. ഈ 2 കോർ ഷീൽഡ് വയറിൻ്റെ ഒരറ്റത്ത് ഒരു EP പിൻ കണക്ട് ചെയ്യുക. അതിനുശേഷം കണക്ഷൻ കൊടുത്ത് നോക്കാം. ഇതിലെ കണക്ഷൻസ് ഒന്ന് നോക്കാം. ഷീൽഡ് വയറിൻ്റെ റെഡ് വയർ ഡയറക്റ്റ് മൈക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഷീൽഡ് നെഗറ്റീവാണ്. മൈക്കിൻ്റെ നെഗറ്റീവും ഷീൽഡ് നെഗറ്റീവും കൂടി സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നു. ഷീൽഡിലൂടെ വരുന്ന ബ്ലാക്ക് കോർ വയർ PTT സ്വിച്ചിൻ്റെ മറുവശത്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ PTT മൈക്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഇത് ഈ കവറിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ മൈക്ക് ഇളകാതിരിക്കാൻ കുറച്ച് പശയിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ഈ അടപ്പിട്ട് അടച്ചു വയ്ക്കാം. ഇത്തരം ഒരു PTT മൈക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മളുണ്ടാക്കുന്ന QRP റേഡിയോകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ഇതിൽ ഷീൽഡ് വയർ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് RF പിക്കപ്പ് ഒന്നും ഉണ്ടാവുന്നതല്ല.